തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി സ്കൂൾ അധികൃതർ. റാഗിംഗ് പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ല. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ദിലീപ് ജോർജ് അറിയിച്ചു. കേസിൽ ആരോപണ വിധേയരായ കുട്ടികളുടെ മൊഴിയും സഹപാഠികളുടെ മൊഴിയും ഹിൽ പാലസ് പോലീസ് രേഖപ്പെടുത്തി. അതായത് ഇവന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം 3 months അവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം അവൻ മരിച്ച ദിവസം, അതായത് 15th മരിച്ചതിന് ശേഷം ആണ് നമ്മൾ അവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും അതുമാത്രമല്ല അവൻ്റെ പേരിലൊരു ഇൻസ്റ്റഗ്രാം. സർ, ഇങ്ങനെ ഒരു കംപ്ലയിനോ അങ്ങനെ ഒരു കാര്യവും ആരുടെയും ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നേക്കണ ഇതേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. സോ അതുകൊണ്ട് ഞങ്ങളുടെ അതെല്ലാം ചെയ്തു. അതിലും വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ടീമും ഈ പിള്ളേരായിട്ട് ഇൻട്രാക്ഷൻസ് ഓൾറെഡി നടത്തിയിട്ട് പോയേക്കുന്നതാണ്. അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ല. അതല്ല ഇപ്പം ഞങ്ങളും നോക്കുന്നത്. സാർ, ഇപ്പോൾ അവർ പറയുന്ന ഈ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ വി ഹാവ് നോ ഐഡിയ. ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൗൺസിലറും പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇതെല്ലാം ചെക്ക് ചെയ്തതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂസും പുറത്തു വന്നിട്ട്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, ഈ കുടുംബം അല്പം മുമ്പ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. വ്യക്തമായി ജനുവരി 21 ഈ സ്കൂൾ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം, ഈ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് കുടുംബം പറയുന്നത്. എന്നാൽ സ്കൂൾ പറയുന്നത് സ്കൂളിനൊന്നും മറച്ചു വെക്കാനില്ല, എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്, അങ്ങനെ ഒരു പരാതിയെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു റാഗിങ്ങേ നടന്നിട്ടില്ല എന്നുള്ളതാണോ ഈ സ്കൂൾ അധികൃതർ പറയുന്നത്? ആ ഒരു നിലപാടിലേക്കാണ് സ്കൂൾ അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻപ് സ്കൂൾ കൗൺസിലർ അടക്കമുള്ള ആളുകൾ കുട്ടികളെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു റാഗിങ് നടന്നിട്ടില്ല. മാത്രമല്ല മാനേജ്മെൻറ്റ് ഇത് സംബന്ധിച്ച ഒരു ഇൻറ്റേർണൽ പരിശോധന നടത്തിയിരുന്നു. അവിടെയും റാഗിങ് നടന്നിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മാത്രമല്ല കുടുംബം പറഞ്ഞതുപോലെ 23 പരാതി നൽകിയെന്ന് പറയുമ്പോൾ ആ പരാതിയെല്ലാം പൂർണ്ണമായിട്ട് സ്കൂൾ മറച്ചു വയ്ക്കുകയാണ്. സ്കൂള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് മെഹർ മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് മറ്റേതോ കാരണം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അത് ആ കുട്ടിയുടെ മരണത്തിന് പിറ്റേ ദിവസം മുതൽ ഇവർ ആരംഭിച്ചതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ മാധ്യമങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ആ കുടുംബത്തിനെതിരെ ഈ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് സ്കൂള്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളെ അടക്കമുള്ളവരെ ഇങ്ങോട്ടേക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ അവർ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മൊഴി വിശദമായി എടുക്കേണ്ടതുണ്ട്. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ അവരോട് ഇങ്ങോട്ടേക്ക് എത്താനാണ്. ആരോപണ വിധേയരായ കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് മുൻപ് പോലീസ് കടന്നിരുന്നല്ലോ. അപ്പോൾ ഈ ആ മൊഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ആതിര, ഈ ആരോപണ വിധേയരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അവിടെയും കുട്ടികൾ പറയുന്നത് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു റാഗിങ്ങോ അല്ലെങ്കിൽ മറ്റൊന്നോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിൽ ഈ മഹറിനോടൊപ്പം പഠിച്ച ചില വിദ്യാർത്ഥികളെ മൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെക്കാനാണ് സ്കൂൾ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ പ്രിൻസിപ്പാൾ അടക്കമുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ മൊഴി കാര്യത്തിലോ വിശ്വാസത്തിലോ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പകരം മഹറിൻ്റെ സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള തെളിവുകൾ തന്നെയാണ് പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ നിന്നും ഈ കേസ് അല്ലെങ്കിൽ ഈ ആത്മഹത്യ അത് പരമാവധി മൂടിവെക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ കുട്ടിയുടെ മാതാവ് പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളുമായി ഈ ഘട്ടം വരെയും പോലീസ് നീങ്ങിയിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
DYSP അടക്കമുള്ള ആളുകൾ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടേക്ക് ഈ കാണുന്ന തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനാണ് ഈ സ്കൂൾ എന്തായാലും തൃപ്പൂണിത്തുറയിലെ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടില്ല എന്നൊക്കെയുള്ളതാണ് സ്കൂൾ അധികൃതരുടെ ഈ ഘട്ടത്തിലെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം, മാധ്യമങ്ങളുടെ പ്രചരണം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കേസ് കൊടുക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കൊച്ചിയിൽ നിന്ന്.